വന്നത്. ഹലോ, ഞാനാണ് ഈ നൂറാട് CBM യൂണിവേഴ്സൽ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്റെ ഒരു കുഞ്ഞ് ഈ യൂണിവേഴ്സൽ സ്കൂൾ പിന്നെ പ്രൈവറ്റ് കോളേജിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിനെ ഇന്നലെ വൈകിട്ട് ട്യൂഷന് കയറിയ സമയത്ത് അകാരണമായി സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട് അതിന് പനി കൊണ്ട് തല കറങ്ങി ഇവിടെ ഇരുന്ന കുഞ്ഞിനെ ഈ ടീച്ചർ അതിനെ ഇറക്കി വിട്ടു. അതിനെ ഇറക്കി വിട്ട് വയ്യാതായി തല ഇറങ്ങിയില്ല, കടത്തിലേക്ക് പോയിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടോ, കടത്തിലേക്ക് പോയിരുന്നു. ആ കടത്തിലേക്ക് പോയിരുന്ന ഒരു മാന്യ വ്യക്തി സ്കൂട്ടറെ കയറ്റി എന്റെ വീട്ടിൽ കൊണ്ടുവിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയാം. എന്റെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, എന്നെ ഇവർക്ക് വിളിച്ചു പറയാം. എന്തുകൊണ്ട് അവരുണ്ടായില്ല? അവരത് എന്നെ വിളിച്ച് അവർ പെൺകുഞ്ഞല്ലേ, ഒരു ആൺചേർക്കനാണെങ്കിൽ വേണ്ടിയല്ല. അതിനെ പെൺകുഞ്ഞിനെ അവർ ഇറക്കി വിട്ട് ആ വഴി വിട്ട് അയാൾക്ക് മാന്യതയുള്ള ആളായതിന്റെ പേരിൽ അയാൾ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ട്. ഇവർക്ക് എന്തെങ്കിലും ബോധമുള്ള ഇവർ സ്ത്രീയല്ലേ, ഇവരുടെ അമ്മ കൂടിയല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഇവരുടെ അമ്മ കൂടിയല്ലേ? ഇവരെന്നെ ആ കുഞ്ഞിനെ വയ്യാതായ കുഞ്ഞിനെ ഇറക്കിയ വഴി വിട്ട് അയാൾക്ക് മാന്യതകളാണ് എന്റെ വീട്ടിൽ കൊണ്ടുവിട്ട്. അതൊരു പെൺകുഞ്ഞ് എന്നെ വിളിച്ചു പറയാലോ. എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുണ്ടായില്ല? അവരുടെ ഫോൺ നമ്പർ പൈസ കളയണ്ട, എനിക്കൊരു മിസ് കോൾ അടിക്കാമല്ലോ. എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല? അതിന് വ്യക്തമായ നടപടി പറഞ്ഞില്ല. ഇല്ല, ഞങ്ങൾ കേസ് കൊടുക്കും, ബാലാവകാശ കമ്മീഷനും കേസ് കൊടുക്കും. നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കറക്റ്റ് കാര്യം പറ. നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നത് പറ. അത് നിങ്ങൾ വളരെ ബോധ്യപ്പെടുത്തും. ഇത് ലൈവാ, നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു എന്റെ ഭാഗത്ത് എന്ത് കാരണം എന്താ അറിയോ? ഇത് ഞാൻ ഇടാൻ കാര്യം, ഞാനിവിടെ വന്ന് വെള്ളം ഉണ്ടാക്കി ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊരു വീഴ്ച നാളെ നിങ്ങൾ എന്റെ പേരിൽ ആരോപിക്കരുത്. അതിന് വ്യക്തമായ ഇതുണ്ടാവും. സാർ പറഞ്ഞു, സാർ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം, എന്റെ കുഞ്ഞിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അതല്ലാതെ സാറേ ഇത് പഴയ ദിവാൻ പറഞ്ഞാലൊന്നുമല്ല. സാർ ആദ്യം മനസ്സിലാക്കുക, സാറിന് എല്ലാ ബഹുമാനം 4 കുഞ്ഞുങ്ങൾക്ക് അക്ഷരാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. 4 കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെ ഞാൻ ബഹുമാനിക്കും. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ. സാറിന്റെ പ്രവർത്തന രീതിയും സാറിന്റെ സ്വഭാവവും ഒട്ടും ശരിയല്ല. അത് ഈ പൊതുസമൂഹത്തിന് യോജിച്ച രീതിയിലല്ല സാർ സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം കൊണ്ട് പിന്നെ ഈ ഇതുണ്ടാവത്തില്ല, അത് അനുഭവം ഉണ്ടാകത്തുള്ളൂ. പൊതുസമൂഹമായിട്ട് ബന്ധം വേണം സാറിന്. എന്തെങ്കിലും സാമാന്യ വ്യക്തിക്ക് നിരക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലെ സാറ് പറ, ഞാൻ പോകത്തില്ലെങ്കിൽ ഞാൻ സ്കൂളിലെ ഈ കുഞ്ഞിനെ ലൈഫിലെ അറ്റാക്കിട്ട് ഒന്നാണ്. നിങ്ങൾ പറയാൻ എനിക്ക് പറയാതെ ഞാൻ ഇവിടെ നടന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടാട്ടമില്ലല്ലോ. രണ്ടുപേരും മിണ്ടുന്നില്ല, ഇവർ രണ്ടുപേരും മിണ്ടുന്നില്ല. അതൊരു പെൺകുഞ്ഞ, അതിനെ ഇറക്കി വിട്ട് അവർക്ക് ഇറക്കി വിട്ടപ്പോ എന്നോട് വിളിച്ചു പറയാറുണ്ട്, എനിക്കൊരു മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ വിളിക്കും. എന്താ കാരണം? ഇല്ലേ ഞാൻ വണ്ടി കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ട് പോകും. അതിനെ ഇറക്കി വിടുന്നോ മര്യാദ? എന്ത് മര്യാദയാ? സ്വകാര്യ ശാസ്ത്ര കോളേജ് തലവരി പണം ഭരിക്കുന്ന മാതിരിയാ. അവർക്ക് അഡ്മിഷൻ ഫീസ്, അതിനപ്പുറത്തെ ഫീസ് അവർ വാങ്ങിക്കോട്ടെ. എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അവർ വായിട്ടളിക്കുന്ന അവർ വാങ്ങിക്കോട്ടെ. അവർക്ക് കൊടുക്കാൻ തരാം, 100 രൂപ കൂടി കൊടുക്കാൻ തരാം. പക്ഷെ സാമാന്യ വ്യക്തിക്ക് നിരക്കുന്ന രീതി വേണം വർത്തമാനം പറയാനും അത് പെരുമാറാനും. നിങ്ങൾ പറ, നിങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഇവിടെ പോകത്തില്ല. സ്കൂളിൽ രക്ഷകർത്താക്കൾ, അതായത് അമ്മമാര് വന്നോണം, സാറിന്റെ അടുത്ത് അമ്മമാര് വന്നോണം, ആണുങ്ങൾ വരരുത്. എന്തൊരു ന്യായമാ? ആണുങ്ങൾ വന്നു പോയാൽ പുള്ളിക്ക് പിടിക്കത്തില്ല, അമ്മമാര് തന്നെ വരണം. അമ്മമാര് വന്നെങ്കിലേ സംസാരിക്കത്തുള്ളൂ. ഒരു ഷെഡിനകത്ത് നിങ്ങൾ കേട്ടോ, ഇതൊരു ചെറിയ ഷെഡാ. ഈ ഷെഡിനകത്തില് PTA മീറ്റിംഗ് വിളിക്കുന്നത് എന്തുകൊണ്ട് മുമ്പിൽ വന്നിരുന്നില്ല? എല്ലാ രക്ഷകർത്താക്കളും മുമ്പിൽ വന്നിരിക്കാൻ പറ്റുമോ? എല്ലാ രക്ഷകർത്താക്കളും മുമ്പിൽ വന്നിരിക്കാൻ പറ്റുമോ? പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? സാർ നിങ്ങൾ മറുപടി പറ. നിങ്ങൾ എനിക്ക് മറുപടി തന്നാൽ മറുപടി തരാതെ ഞാൻ ഇവിടെ പോകത്തില്ല. പിന്നെ 10ാം ക്ലാസ്സുകാർക്ക് 1000 രൂപ ഫീസ്, 5ാം ക്ലാസ്സുകാർക്ക് 900 രൂപ ഫീസ്. അത് എങ്ങനെ വാങ്ങിക്കോട്ടെ, നമുക്ക് വിഷയമേ അല്ല. അത് വാങ്ങിക്കോട്ടെ, അവർ വായിക്കട്ടെ. അവർ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞ കുറെ ഫീസ് വാങ്ങിക്കും. അത് വാങ്ങിക്കോട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ കൊടുക്കാൻ തയ്യാറാ. ഈ ഡയറിക്കകത്ത് എന്റെ കുഞ്ഞിന്റെ ഡയറിക്കകത്ത് പങ്കെടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പങ്കെടുക്കുന്നില്ല എന്നെ തൊപ്പിടേണ്ടത്. അതിന് എന്റെ കുഞ്ഞിനെ പിടിച്ചെണീപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തന്തയും തള്ള വീഡിയോ മറ്റേതാ മറിച്ചതാന്നുള്ള ആശയ കാര്യങ്ങളാണ് പറയുന്നത്. അവര് പറയട്ടെ, നിങ്ങൾ ഓഫ് ചെയ്തില്ലേ? അവരുടെ മറുപടി കിട്ടാതെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒറ്റ അക്ഷരം ഒരു മറുപടി പറയുന്നില്ല. അവർ രണ്ടുപേരും കയറി ഒളിച്ചിരിക്കുന്നു. ഒരു മറുപടി പറയാതെ പോത്തില്ലേ?